ബ്ലാസ്റ്റ് കണ്ടു, ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ബ്ലാസ്റ്റ്. ഒരു ഇതുപോലത്തെ ഒരു കൊമേഴ്ഷ്യൽ ഫുൾ കൊമേഴ്ഷ്യൽ മൂഡില് ഫാസ്റ്റ് പേസ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടം കണ്ടിട്ട് മലയാളത്തിലായാലും ശരി തമിഴിലായാലും ശരി കുറച്ച് കാലമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴിൽ നിന്ന് അർജുൻ നായകനായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായ ബ്ലാസ്റ്റ് ഇറങ്ങുകയും കാണാൻ ഇടയാവുകയും ചെയ്തത്. ഞാൻ തുടക്കത്തിൽ കാണാൻ വിചാരിച്ച പടമായിരുന്നില്ല. പിന്നെ റിവ്യൂസ് കേട്ടപ്പോൾ ഞാൻ പോയി സ്വയം തീരുമാനിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി. ഞാൻ ഒരിക്കലും ഇത്രയും ഒരു എന്താ പറയാ, നമുക്കിങ്ങനെ പീക്ക് മൊമെന്റ്സ് തരുന്ന, അഡ്രിനൽ റഷ് തരുന്ന, ഗൂസ് ബംസ് കിട്ടുന്ന ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് എന്റർടൈൻമെന്റ് പടമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതില് മൊത്തത്തില് ആക്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷന് വേണ്ടി ആക്ഷൻ എടുക്കല്ല, സിറ്റുവേഷൻ അതിനനുസരിച്ച് വരുന്നുണ്ട്. പിന്നെ ഫുള്ളി ലോജിക്കലി പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊന്നും ഞാൻ നോക്കാൻ എനിക്ക് പോയില്ല ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത്. കാരണം ഒരു ചെറിയ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി കുറെ വിഷയങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇവരെന്താണ്, ഇവരെ ഫാമിലി ട്രെയിലറിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്ന പോലെ കരാട്ട ഫാമിലിയാണ്. കരാട്ട മാസ്റ്ററിന്റെ വൈഫ്, മോള് ഫുൾ കരാട്ട ഫാമിലിയാണ്. ഫുൾ അങ്ങനത്തെ രീതിയിലാണ് അവരുടെ ബിൽഡപ്പ് എന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ആ ഒരു ഫാമിലിയിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കുറെ വില്ലന്മാര് വരികയും അവരെങ്ങനെയാണ് നേരിടുക എന്നതാണ് കഥ. പക്ഷെ അത് ഈ വെൽ കോറിയോഗ്രാഫ് ആയിട്ടുള്ള സൂപ്പർ ആക്ഷൻ സ്റ്റണ്ടിലൂടെ നമ്മളിങ്ങനെ കോരിത്തരിപ്പിച്ച് കൊണ്ടുപോകും. അതിപ്പോ അർജുനിലേക്ക് വരാം. പ്രീതി മുകുന്ദനാണ് കൂടുതൽ ഇംപ്രസ് ചെയ്തത്. കാരണം പ്രീതി മുകുന്ദൻ വെറും ക്യൂട്ട് അങ്ങനെയൊക്കെ നടന്ന പ്രീതി മുകുന്ദൻ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് 100% റിയലിസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറെക്കുറെ കൺവിൻസിങ് ആയിട്ട് അത്യാവശ്യം ഫാസ്റ്റ് പേസിൽ കയ്യും കാലൊക്കെ അങ്ങനെ നല്ലോണം പണിയെടുത്തിട്ട് പഠിച്ച് ചെയ്ത പോലത്തെ അത് തിയേറ്ററിൽ ഇമ്പാക്ട് എന്ന രീതിയിൽ പ്രീതി ചെയ്തിട്ടുണ്ട്. അഭിരാമി കുറച്ചുകൂടി ഏജറാണ് എങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് ഏറെക്കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരാളുണ്ട്, അർജുൻ ചിദംബരം. മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, എനിക്ക് ചില പടങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ അർജുൻ ചിദംബരം ഓൾസോ ആളുടെ ഒരു ബിൽഡപ്പും ആളുടെ ഒരു ആക്ഷൻ, ആൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവര് തമ്മിലുള്ള ഒരു ആക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് തിയേറ്ററിൽ പൈസ വസൂലാവെന്ന് പറയില്ലേ, എല്ലാവരും ഒരുമിച്ച് വിസിലടിക്കണ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പടം. അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എനിക്കിതുപോലെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത പടങ്ങളിൽ ഇതുപോലത്തെ പ്രതീക്ഷിക്കാത്ത ഗൂസ് ബംസ് കിട്ടുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ട് ഹെവിയാണ്. അത് ഈ പടത്തിലുണ്ട്. അപ്പോൾ പ്രീതി, അഭിരാമി, ഈ വില്ലൻ ക്യാരക്ടർ ഇവരൊക്കെ അവരുടെ റോള് ഇംപ്രസീവ് ആയിട്ട് ആക്ഷൻ കോറിയോഗ്രാഫി ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് രണ്ട് കാര്യങ്ങൾ എന്ന് വന്നത്, ഒന്ന് രവി ബസൂറിന്റെ മ്യൂസിക്. നമുക്ക് മുമ്പ് ചില പടങ്ങളിൽ കിട്ടാതിരുന്നത് ഇതില് നല്ല രീതിയിൽ ആൾ കൊടുത്തിട്ടുണ്ട്. ആളെ BGM കൂടി ആവുമ്പോൾ പടം വേറെ ലെവലായി. ഞാൻ പറഞ്ഞു ഇതുവരെ കാണാത്ത എക്സ്ട്രാ ഓർഡിനറി മൂവി എന്നല്ല ഞാൻ പറയണത്. പക്ഷെ റീസെന്റ്ലി കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ പാക്ഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് തന്നെ വിളിക്കാം. അതിന് ലീഡ് റോൾ ചെയ്ത ആക്ഷൻ കിങ്. ഞാൻ എന്താണ് ആക്ഷൻ കിങ് എന്ന് തന്നെ വിളിക്കണതെന്ന് പ്രൂവ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പടം. 62-63 വയസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയും ഫ്ലെക്സിബിള്, ആയുവിൽ കുറെ കാലൊക്കെ ഉയർത്തി അടി കണ്ടിട്ടുണ്ടെങ്കിലേ ചെറുപ്പക്കാർക്ക് കിളിപോകും, പറ്റില്ല. അതിൽ അർജുന് ആഡ്സ് ഓഫ്. അർജുൻ തകർത്തുണ്ട്, എൻ്റെ ഫാമിലി ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മറന്നുകൊണ്ട് ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഒരു 2.5-2.5 മണിക്കൂർ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും പഠിക്കണ്ട, വേഗം അടുത്തുള്ള തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഹാവ് എ ബ്ലാസ്റ്റ് അറ്റ് തിയേറ്റർ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.